ഈ മാല ഏതാ വേലു? ഇതാണ് ഈ മംഗലത്തെ തിരുവാഭരണം, കോവിലി കൊടുത്തത്. ഇത് സാറിന്റെ കയ്യിൽ എപ്പടി വന്നു? ഇത് വേലുവിന്റെ കയ്യിൽ എപ്പടി വന്നു? ഭദ്രമായി പൊതിഞ്ഞ് കാളിയുടെ പടത്തിന് പുറകെ വെച്ചിരുന്നില്ലേ, അത് തന്നെ. ഇതാരാ തന്നത്? ഇയാളാണോ SAR ജുവലറിയുടെ ഓണർ പത്മനാഭനാചാരി? അറിയില്ലേ വേലു? തനിക്കറിയാവടോ ഇയാളെ? അറിയാം. എങ്ങനെ അറിയാം? ഈ ഡ്യൂപ്ലിക്കേറ്റ് മാലയും കുറെ ഉറുപ്പികയും ഞാൻ വേലുവിന് കൊടുത്തിട്ടുണ്ട്. എന്തിന്? അത് അണിമംഗലത്തുള്ള ഇതിന്റെ ഒറിജിനലിന് വേണ്ടി. ഉറുപ്പിക എന്ന് പറഞ്ഞു. എത്ര കൊടുത്തു? 8 ലക്ഷം കൊടുത്തു. ഒരുമിച്ച് കൊടുത്തോ അതോ പലപ്പോഴായി? ഇതിനൊക്കെ എന്തെങ്കിലും രേഖയുണ്ടോ? പണം കൊടുത്തതിന് പുറമെ 18 സെന്റ് ഭൂമി ഇയാൾക്ക് ആധാരാക്കി കൊടുത്തു. അതിന്റെ രേഖയുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഒറിജിനൽ കിട്ടിയോ? ഇല്ല. അതെന്താ? തരാന്ന് ഏറ്റതിന് ഇടയ്ക്ക അവിടെ ഒരു പെൺകുട്ടിയുടെ മരണം നടന്നത്. പിന്നെ അതെല്ലാം അമ്പലത്തിലേക്ക് മാറ്റി. കൊടുത്ത കാശ് തിരിച്ചു കിട്ടിയോ? കാശ് കിട്ടിയില്ല. സ്ഥലം മടക്കി തന്നു. താൻ എന്നാ വേലുവിന് മാല കൊടുത്തത്? 4 വർഷമായി. കൃത്യ ദിവസം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്താണ്? അണിമംഗലത്ത് ഒരു പെൺകുട്ടിയുടെ മരണം നടന്നില്ലേ, ആ രാത്രിയില്. അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഒന്ന് ചുരുക്കി പറയാമോ? ഞാനിപ്പോ മടങ്ങി വരും. അപ്പൊ താൻ ഒറിജിനലുമായി ഇവിടെ ഉണ്ടാകണം. ഇനി അവധിയില്ല. സാറിങ്ക പിന്നെ നടന്നൊന്നും എനിക്കറിയില്ല സാർ. മൈഥിലി പ്രദീപിനെ പ്രതീക്ഷിച്ച് നിന്നായിരിക്കും അല്ലേ? മാലയുമായി പോയ താനും ആ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടല്ലേ? അർദ്ധരാത്രിയിൽ നടന്ന തിരുവാഭരണത്തിന്റെ ഇടപാട് കണ്ട ഏക സാക്ഷിയായിരുന്നു ആ പെൺകുട്ടി. പിന്നെ ആ പെൺകുട്ടിയെ ജീവനോടെ ആരും കണ്ടിട്ടുമില്ല. പറയൂ, ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? സ്റ്റെപ്പിൽ നിന്ന് ആ കുട്ടി എങ്ങനെ വീണു? വേലു സൂചി കണ്ടിട്ടില്ലേ? തുന്നുന്ന സൂചി. അതിന്റെ ദ്വാരത്തിന്റെ ഇടപോലും ഉണ്ടാവില്ല രക്ഷപ്പെടാൻ. അതുകൊണ്ട് ഉള്ള സത്യം പറഞ്ഞാൽ വേലുവിനും സുഖം, കേൾക്കുന്ന ഞങ്ങൾക്കും സുഖം. പറവേലു. കേട്ടില്ലേ? പറയണോ? പറയാ സാർ. വേലു മൈഥിലിയെ പേടിപ്പിച്ചു എന്നുള്ളത് സത്യം.
പക്ഷെ അവൾ കാൽ തെറ്റി വീണു എന്നുള്ളത് നുണ. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയാണ് ബോഡി ഇവിടെ കിടന്നിരുന്നത് എന്നല്ലേ വേലു പറഞ്ഞത്? ആമാ സാർ, മാറ്റമൊന്നുമില്ലല്ലോ. ഇല്ലേ? വിക്രം, മൈഥിലിയുടെ അതേ പൊക്കവും തൂക്കവും ഉള്ള ഡമ്മിയാണ്. ഇത് എങ്ങനെ വീഴുന്നുവോ അങ്ങനെയായിരിക്കണം മൈഥിലിയും വീണിരിക്കുക. വേലു പറഞ്ഞതുപോലെ ഭയന്ന് ബാലൻസ് തെറ്റി വീണതാണെങ്കിൽ ഡ്രോപ്പ് ഇറ്റ്. വേലൂര് കാര്യം മനസ്സിലായില്ലേ? മനസ്സിലാക്കി തരാം. 5.5 അടിയിലധികം ഉയരമുള്ള ആ പെൺകുട്ടി 2.5 അടി വീതിയുള്ള സ്റ്റെപ്പിലൂടെ എങ്ങനെയാണ് ഉരുണ്ടുരുണ്ട് കൃത്യമായി താഴെ വന്ന് വീഴുക? ഒരിക്കലും നടക്കില്ല വേലു. എങ്ങനെ വീണാലും ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ വീഴില്ല. ഈ സ്റ്റെപ്പിനോട് ചേർന്ന് ദാ ഇതുപോലെ ഒരിക്കലും കിടക്കില്ല. ഇനി യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയട്ടെ. വേലു പറഞ്ഞതുപോലെ സ്റ്റെപ്പിൽ നിന്ന് വീണിട്ടല്ല ആ പെൺകുട്ടി മരിച്ചിരിക്കുന്നു. മറിച്ച് ഈ വീടിന്റെ തന്നെ മറ്റേതോ ഭാഗത്ത് വെച്ച് അവൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ടു. അതല്ലേ സത്യം? ഇനി എന്താ നുണ പറഞ്ഞാൽ കൂടച്ചക്കയേക്കാൾ കൂടുതൽ കുഴയും. നടന്ന എന്താണെന്ന് പറയൂ. എവിടെ വെച്ച് എങ്ങനെയാ പെൺകുട്ടി കൊല്ലപ്പെട്ടു? സൊല്ലു വേലു, സൊല്ലപ്പാ. സാറ് പറഞ്ഞത് ശരിയാ. എന്റെ രൂപം കണ്ട് ഭയന്ന് അവൾ ഓടി. പക്ഷെ സ്റ്റെപ്പിൽ വീണില്ല. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി പിന്നെ ഓടി. എന്നിട്ട് എന്ത് ചെയ്തു? ഭയന്ന് ബാലൻസ് തെറ്റി വീണ് മരിച്ചതാണെന്ന് ആളുകൾക്ക് തോന്നാൻ അവളെ ഇവിടെ സ്റ്റെപ്പിന്റെ സോട്ടിലിട്ട് പിന്നെ നേരെ കുളത്തിൽ പോയി കുളിച്ച്. ഇപ്പോഴും മുഴുവൻ അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ വേലു. കുറച്ച് ശരി, കൂടുതൽ നുണ. അല്ല സാർ. ആണ് സാർ. അതുപോട്ടെ, പൂജാമുറിയിലിരുന്ന് മാലയെടുക്കാൻ വേലു എങ്ങനെയാ വീടിനുള്ളിലേക്ക് കയറിയത്? இந்த കോവണിയിലൂടെ. കോണിപ്പടി ഉണ്ടായാൽ മാത്രം പോരല്ലോ, അകത്ത് കിടക്കാൻ വാതിൽ വേണ്ടേ? വാതിൽ ഇருக்கு സാർ. ആ വാതിൽ തുറന്നിരുന്നു. ഉവ്വ് സാർ. വേലുവിന് വേണ്ടി അന്ന് രാത്രി ആ വാതിൽ തുറന്നു ആരാ? പറ. വേലു വരുന്നു എന്നറിഞ്ഞ് ആരാണ് ആ വാതിൽ തുറന്നിട്ടത്? ഈ വീട്ടിൽ ആരാ വേലുവിന്റെ സഹായി? വേലു ആരെയാ രക്ഷിക്കാൻ ശ്രമിക്കുന്നു?
വേലു, ഈ വീട്ടിൽ ആരാ നിന്റെ സഹായി? പറ വേലു. പറയാം. മൈഥിലി എന്തോ വേഷം കെട്ടി പേടിപ്പിച്ചു പറഞ്ഞല്ലോ. ഇതിനു മുമ്പ് ആരെങ്കിലും ഇങ്ങനെ വേഷം കെട്ടി പേടിപ്പിച്ചിട്ടുണ്ടോ? ശങ്കരേട്ടന്റെ ഭാര്യ ഉഷയെ. കൃഷ്ണൻ നായർ പറഞ്ഞു ഉഷയെ പേടിപ്പിക്കാൻ, അല്ലേ? വേലുവിന് കൃഷ്ണൻ നായർ എങ്ങനെ അറിയാം? എന്നെ അണിമംഗലത്ത് കൊണ്ട് ചേർത്തത് കൃഷ്ണ സാറാണ്. പണ്ട് ഇടയ്ക്ക് പൈസ ഒക്കെ തരാറുണ്ടോ? തരും. ഉഷയെ ഭയപ്പെടുത്തിയത് എന്ത് തന്നു? 500 രൂപ. ഉഷയുടെ മരണം മെഡിക്കൽ നെഗ്ലിജൻസോ വെറും കയ്യബദ്ധമോ അല്ല, മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച കൊലപാതകമായിരുന്നു. വളരെ സമർത്ഥമായി നിങ്ങൾ വേലുവിനെ ഉപയോഗിച്ചു. വീഴ്ചയിൽ ആ സ്ത്രീ മരിക്കാത്തതുകൊണ്ട് ആ കർമ്മം നിങ്ങൾ നേരിട്ട് നിർവഹിച്ചു, അല്ലടോ? എന്ത് ലാഭത്തിന് വേണ്ടിയാ നിങ്ങളത് ചെയ്തത്? അണിമംഗലം കുടുംബത്തിന്റെ ഭൂരിഭാഗം സ്വത്തിന്റെയും, അതായത് 70% അവകാശി ശങ്കരേട്ടനാണ്. ശങ്കരേട്ടനാണെങ്കിൽ കുട്ടികളില്ല, ഭാര്യ നിത്യരോഗി. അവരെ ഒറ്റയടിക്ക് ഇല്ലാതാക്കിയാൽ... അതല്ല, ഉഷ അവരുടെ അടുത്ത ബന്ധത്തിൽ നിന്ന് ഒരു കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. അവര് വളരെയേറെ നിർബന്ധിച്ചത് കൊണ്ടാണ് ശങ്കരേട്ടൻ അതിന് സമ്മതിച്ചത്. അതോടെ 70% സ്വത്തിനും പുതിയ നാഥനായി. ആകെ ഒരു ശല്യം ആ സ്ത്രീ ആയിരുന്നില്ലേ? ആ ശല്യം കൂടെ നീങ്ങി കിട്ടിയാൽ ശങ്കരേട്ടനെ തുള്ളിക്കാനുള്ള താളമൊക്കെ ഡോക്ടർക്കറിയാം. ഹോസ്പിറ്റലോ റിസോർട്ടോ ചുളുവിലേക്ക് എന്താ സഹായിച്ചുകൂടാത്തത്? എന്തൊരു ജാതകമാടോ തന്റെയൊക്കെ. ഇനി പറ, മൈഥിലിയുടെ മരണവുമായി നിങ്ങൾക്ക് എന്താണ് ബന്ധം? സത്യമായിട്ട് ഒരു ബന്ധവും ഇല്ല സാർ. ചാക്കോ, ഗെറ്റ് ഗോയിങ്. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞു. ഞങ്ങളോടൊപ്പം ഒന്ന് വരണം. എന്താ കാര്യം? അതൊക്കെ പറയാം, ഞങ്ങളെ ഫോളോ ചെയ്താൽ മതി.